അബ്ദു പോയിലോഗ്രാഫർ നമ്മളെ ലൊക്കേഷനിലെ കോഴിക്കോട് ജില്ല മുക്കം കാരശ്ശേരി. ഇന്നെന്താ ഒരു ബഡ്ഡിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചില യൂട്യൂബിലൊക്കെ കാണാം നമ്മൾ മരം ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ തമ്മരത്തിന്റെ മുകളിൽ ഇങ്ങനെ കുത്തി ചെയ്യുന്ന ഒരു മെത്തേഡ്. ആ മെത്തേഡിന്റെ പേരെന്തേലും മൾട്ടി വേറെന്തോ ഒരു പേര് കൂടി ഉണ്ടായി അല്ലെ, ഡയറക്റ്റ്. അത് ഫംഗസ് വരാൻ സാധ്യത കൂടുതലാണ്. ഞാൻ മനസ്സിലാക്കി കൊടുത്തത് ഇത് ഇന്റർനാഷണൽ ബഡ്ഡിങ്ങാരാണ് കാണുന്നത്. മജീദ് ഭായി അതാ, ശിതാസം ഭായി ഇതാ, ഇവര് ഒക്കെയാണ് നമ്മള് ഇതിന്റെ ടീം വർക്കാണ് നമ്മളത്. നമ്മൾ സിംഗിൾ അല്ല. അപ്പൊ ഇതുണ്ടോ നമ്മൾ കണ്ടതിൽ ഏറ്റവും നല്ലൊരു മെത്തേഡ്. ഇത് മാവൊക്കെയാണ് ഇങ്ങനെ മുറിച്ച് നിറയെ തിക വരും, ഇഷ്ടംപോലെ തിക വരും. അപ്പൊ ഇതിന്റെ മുകളിൽ ഇങ്ങനെ സ്റ്റോൺ ബഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പക്കയാണ് അല്ലേ, 100% അത് പിടിക്കും. ഇപ്പോൾ പ്രത്യേക കണ്ടീഷൻ ആണെങ്കിൽ 100% പിടിക്കും. ഇതൊന്ന് കറക്റ്റ് ഒന്ന് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കും. ഇതിന് പ്രത്യേകിച്ച് വലിയ എക്സ്പോർട്ടൊന്നും വേണ്ട, ഏത് ആൾക്കാർക്കും ഏത് കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഇതിങ്ങനെ ചീന്തിട്ട് ഇതിന്റെ മുകളിൽ സാധനം വെച്ചിട്ട് അതിന്റെ തിയറിയും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കറക്റ്റ് പ്രായമുള്ളത് എടുക്കണം. ഇതിന്റെ ഈ പച്ചപ്പുണ്ടില്ലേ മൊന വരുന്ന കറക്റ്റ് ഇതേമാതിരി തന്നെ ആയിരിക്കണം ഇവിടെയും. ഈ കറക്റ്റ് ഈ ഏജ് അല്ലേ കാര്യമായിട്ട് നോക്കേണ്ടി, ടൈം. പിന്നെ ഇത് നോക്കേണ്ട ഒരു കാര്യം കൂടി എന്താന്ന് വെച്ചാൽ ആ കൊമ്പിന്റെ കേടൊന്ന് കാട്ടിക്കൂടി. ഇതുണ്ടല്ലേ നിങ്ങൾ കൊമ്പ് കേട്, ഇങ്ങനത്തെ കേടുള്ള കൊമ്പിനൊന്നും ചെയ്യരുത്. കണ്ടോ, അതാ ഇങ്ങനത്തെ കേടുള്ള കമ്പനി ചെയ്യരുത്. ഇത് നല്ല സയോണിൽ കേടുണ്ടാകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ച് വെക്കുക, വിരല് വെച്ചിട്ട് ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ച് വെച്ചിട്ട്. ഇത് ആർക്കും ചെയ്യാം, ഏത് കുട്ടികൾക്കും ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ്. അതിന് പ്രത്യേകിച്ച് ആൾക്കാർ ആവശ്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാവ് നേരത്തെ മുറിക്കുക. ഒരു മേല് മുറിച്ചോണ്ടി, ഒരു മേല് മുറിച്ച് കഴിഞ്ഞാൽ ജൂൺ ജൂലൈയിൽ ഇങ്ങനെ നിറയെ തളിര് വരും. ഈ തളിര് വന്നാൽ നമുക്ക് ഒരു 20-30 തളിരാണെങ്കിൽ അത്രയും എണ്ണം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുക, 100% പിടിക്കുകയും ചെയ്യും. അപ്പൊ എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു മെത്തേഡ് ഇതാ. ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ എന്റെ പേഴ്സണൽ നമ്പർ കൊടുക്കാം, നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. സീതാചേട്ടനോ ഇനി പോകുമ്പോൾ വിളിച്ചാലും മതി. ഇതൊക്കെ ഇന്റർനാഷണൽ ബഡ്ഡിങ്ങാരാ, ഇവരൊക്കെ കണ്ടോ കറക്റ്റ് അല്ലേ. അതിങ്ങനെ സിപ്പപ്പിന്റെ അവർ വെച്ചിട്ട് ഇത്രേ മെത്തേഡ് ഉള്ളൂ. ഇനി നിങ്ങൾക്ക് പിന്നെ കണ്ണ് വെക്കുന്നതും കാണിച്ചു തരാം. പ്ലാവിനൊക്കെയാണ് കണ്ണ് വെക്കലാ സാധാരണ. ആ ബഡ്ഡിങ് അതിന്റെ മെത്തേഡും കൂടെ കാണിച്ചു തരാം. ഇത് കണ്ട, അത് നമ്മളെ ബ്രാൻഡ് സാധനമാണ് കംബോഡിയൻ അണിജാക്ക്. ഇതിന്റെ തൈ ഉൽപാദനമാണ്. ഞങ്ങൾ മിക്കവാറും ഞങ്ങളെ തൈകൾ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഈ പ്ലാവിന്റെ ആണെങ്കിലും മാവിന്റെ ആണെങ്കിലും ഞങ്ങൾ തന്നെ നിർമ്മിച്ചിട്ട് ഒട്ടിച്ച് റെഡിയാക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ എന്തായാലും 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ഇത് കംബോഡിയൻ അണിജാക്ക്. ഇത് കണ്ണ് വെക്കലാണ്. ഇത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് അല്ലേ. പെർസെന്റേജ് വളരെ കുറവാണ് കിട്ടുക. ജാതി, പ്ലാവ് ഇങ്ങനത്തെ സംഗതിയൊക്കെ എങ്ങനെ ചെയ്യാം, അതിന്റെ തിയറി ഒന്ന് പറഞ്ഞു കൊടുക്കുക, എങ്ങനെ കണ്ണെടുക്കുക എന്നുള്ളത്. ഇത് കണ്ണ് എടുക്കുന്നത് തന്നെ ഈ സ്ക്വയറായിട്ട് വരഞ്ഞതിന് ശേഷം അതിനുള്ളിൽ ഒരു മണി ഉണ്ടാവും. ആ മണി ഇതാണ് ഇതിന്റെ ബഡ് എന്ന് പറഞ്ഞ സാധനം. തൊലിച്ചു കഴിഞ്ഞാൽ അത് കിട്ടൽ നിർബന്ധമാണ്. അത് പൊട്ടിപ്പോയാൽ മുളക്കൂല. അതേമാതിരി ഇത് എടുക്കുമ്പോൾ കറണ്ട് കൊടുക്കാൻ പാടില്ല. അതേമാതിരി തന്നെ 1.5 മിനിറ്റ് കൊണ്ട് ഇത് ചെയ്തു പോയി വേണം. തൊലി പൊളിക്കുന്ന ഒരു ടൈം ഉണ്ട് അല്ലേ, അത്രേ ഉള്ളൂ. അത് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ 1.5 മിനിറ്റ് കൊണ്ട് കെട്ടിപ്പോകും. തൊലി കറക്റ്റ് കിട്ടിയുമാണോ അല്ലെ. പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് ഒന്നും പ്രശ്നമല്ലല്ലോ. കറക്റ്റ് സെന്റർ 4 സൈഡ് തൊടാൻ പാടില്ല. തൊടാതെ വെക്കേണ്ടി. ചിലര് തൊട്ടുകൊണ്ട് വെക്കും, അപ്പൊ പിടിക്കില്ല. അപ്പൊ ഈ സൈഡിൽ എന്തെങ്കിലും കരടോ പൊടിയോ കുടുങ്ങിയിട്ട് അതിന് ഫംഗസ് വരും. ഇതിന്റെ ടൈമിംഗ് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ്, എത്ര ടൈം എടുക്കും ഇത് ചെയ്ത് കഴിഞ്ഞാല്? ചെയ്ത് കഴിഞ്ഞാൽ 15-20 ദിവസം കൊണ്ട് ഇത് കട്ടയക്കാം. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞാൽ കട്ട് ചെയ്ത് ഒരു 10-20 ദിവസം കൂടി വേണം. അപ്പൊ ഏതാണ്ട് ഒരു 10-50 ദിവസം വേണം ഒരു മാവ് മുളച്ചുണ്ടാവും റെഡി ആവണമെങ്കിൽ. പ്ലാവ് മാവ് ഇങ്ങനെ ചെയ്യാം. പക്ഷെ മാവ് നമ്മള് നേരത്തെ ചെയ്ത മെത്തേഡ് നല്ല മെത്തേഡാ അല്ലേ. അത് ബഡും ചെയ്യാം, ഗ്രാഫ്റ്റും ചെയ്യാം, മാവിനെ പല രൂപത്തിലും ചെയ്യാം. ഇതൊക്കെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നഴ്സറി പോയിട്ട് വലിയ വിലക്ക് തൈ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? എവിടെന്നെങ്കിലും ഒരു കമ്പ് കൊണ്ടുപോയി ചെയ്താൽ പോരെ. പിന്നെ നഴ്സറിക്കാർ പറ്റിച്ചെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് പഠിക്കാനുള്ള ഒരു മനസ്സ്, ഇഷ്ടപ്പെട്ട സാധനം നമുക്ക്. അത് ഞാൻ മനസ്സിലാക്കി കൊടുത്താൽ അങ്ങനെ അറിയാം. നമ്മൾ സ്വന്തമായിട്ട് ഷേവ് ചെയ്യല്ലേ അല്ലേ, ചെയ്യണ്ടോ? വേണ്ട, ഷേവ് ചെയ്യണം, നമ്മൾ നഖം വെട്ടിയല്ലേ, അത്ര പണിയുണ്ട് ഇതിന്. ഇത് ഞാൻ ചെയ്യും, നിങ്ങൾ ചെയ്യും. ഞാൻ മജീദ് ഭായിന്റെ എക്സ്പെർട്ടാണ്. ഇപ്പൊ നമ്മളെ സ്റ്റാഫൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. എന്റെ ഭാര്യയും കുട്ടികളൊക്കെ ചെയ്യും. പഠിച്ചാ പോരെ. പിന്നെ എന്തിനാ നഴ്സറിക്കാർ പറ്റിച്ച് പിന്നെ വലിയ വലന്റെ മാവ് വാങ്ങി വേനെ പറ്റിച്ചാണ് ഒരു കമ്പട്. നമ്മള് കമ്പ് എല്ലാവർക്കും ഫ്രീ കൊടുക്കുന്നുണ്ട്. നഴ്സറിക്കാരനെ ഒരിക്കലും പറ്റിക്കുന്നില്ല. ഓൻ പറ്റിക്കപ്പെടുകയാണ്. ഓൻ പറ്റിക്കപ്പെടുക, നഴ്സറിക്കാരനാണ് പറ്റുന്നത്. ഇപ്പൊ നമ്മളെ മെച്ചത്തോളം മാവിന്റെ ഇല കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പറ്റിക്കണം നഴ്സറിക്കാരനുണ്ടാവില്ല. നന്നായി കഴിഞ്ഞാൽ നമ്മക്ക് എന്താ നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യണേ, നമുക്ക് അറിയില്ല അത് ഏതാണ്. അതിപ്പോ 50 തൈ എടുക്കുന്ന ഒരു ഒറ്റ തൈ കുടിഞ്ഞാൽ മതി. മതി. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ചെയ്താ പോരെ, വിട്ടുപോയിട്ട്. എല്ലാവർക്കും മനസ്സിലായിണ്ടാവും. എന്റെ നമ്പർ കൊടുക്കുക. പേഴ്സണൽ ചീത്ത പറയാനാണെങ്കിൽ വിളിക്കണ്ട, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ ഞാൻ
കാര്യങ്ങൾ പറഞ്ഞുതരാം. ചീത്ത പറയാൻ ആരും വിളിക്കരുത്. ഓക്കെ, ബായ്.